ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. വടകരയിൽ SFI DYFI പ്രവർത്തകർ ഷാഫി പറമ്പിൽ MPയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ ക്ലിഫ് ഹൗസ് മാർച്ചിൽ വൻ സംഘർഷം. പ്രവർത്തകർ പോലീസിന് നേരെ കല്ലും തീപ്പന്തവും വലിച്ചെറിഞ്ഞു. ജലപീരങ്കിക്ക് പിന്നാലെ പോലീസ് ലാത്തിവീശി. നിരവധി പ്രവർത്തകർക്ക് പരിക്കേറ്റു. തെരുവുയുദ്ധത്തിനൊടുവിൽ പ്രവർത്തകരെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കി. ആദ്യം ദൃശ്യങ്ങളിലേക്ക്. റിനു ശ്രീധർ വിവരങ്ങൾ നൽകും. തിരുവനന്തപുരത്ത് നിന്ന് റിനു, ഈ പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയോ? അവിടെ പോലീസിന്റെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ എത്തിയോ? ഏതാനും മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു തെരുവ് യുദ്ധമായിരുന്നല്ലോ തലസ്ഥാനത്ത് ക്ലിഫ് ഹൗസിന് സമീപം നമ്മൾ കണ്ടതല്ലേ? തീർച്ചയായും വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തെരുവ് യുദ്ധത്തിന് സമാനമായ പ്രതീതി തന്നെയായിരുന്നു ക്ലിഫ് ഹൗസിന് സമീപം നന്തൻകോട് ദേവസ്വം ബോർഡ് ജംഗ്ഷനിലുണ്ടായത്. രാജ്ഭവന് മുന്നിൽ നിന്നാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിന് സമീപത്തേക്ക് പ്രതിഷേധവുമായി എത്തിയത്. ഇവർ പന്തം കൊളുത്തിയുള്ള ഒരു നൈറ്റ് മാർച്ച് ഇതാണ് സംഘടിപ്പിച്ചത് എന്നുള്ളതാണ്. ഇവിടെ എത്തുമ്പോഴേക്കും ബാരിക്കേഡുകളെല്ലാം തന്നെ വെച്ച് പോലീസ് തടയുന്ന ഒരു സാഹചര്യം. സാധാരണഗതിയിൽ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഈ കൊണ്ടുവന്ന ഈ പന്തങ്ങളെല്ലാം തന്നെ പോലീസിനു നേരെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യം, നിരവധി പോലീസുകാർക്ക് പൊള്ളലേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. തുടർന്നാണ് ഈ ബാരിക്കേഡ് കടന്ന് പോലീസ് ഇപ്പുറത്തേക്ക് സമരക്കാരുടെ അടുത്തേക്ക് എത്തുന്നത്. അതിനു മുമ്പായി 4 തവണ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു സാഹചര്യവും ഉണ്ടായി. ശേഷമാണ് വനിതാ പോലീസ് ഉൾപ്പെടെ ഇപ്പുറത്തേക്ക് വരുന്നു. പ്രവർത്തകർക്ക് നേരെ ലാത്തി വീശുന്ന ഒരു സാഹചര്യം. ഈ പന്തം വന്നു വീണ് ഇവരുടെ ദേഹമാകുന്ന ആകെ പൊള്ളുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് പോലീസ് അത്തരം ഒരു ലാത്തി വീശുന്ന ഒരു പ്രവണതയിലേക്ക് പോയത് എന്നുള്ളതാണ്. വലിയ രീതിയിലുള്ള ഒരു ഇടപെടൽ പോലീസിന്റെ ഭാഗത്ത് നിന്നൊരു പ്രതിരോധമുണ്ടായി. തുടർന്ന് നിരവധി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കും പരിക്കേറ്റിട്ടുണ്ട്. ഈ ലാത്തി വീശുന്ന ഒരു സാഹചര്യം, വനിതാ പ്രവർത്തകർക്ക് നേരെ അടക്കം പോലീസ് ലാത്തി വീശുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും നിരവധി പ്രവർത്തകരെ അറസ്റ്റ് ചെയ്തപ്പോൾ AR ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. DCPമാർ ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്നു, സ്ഥിതിഗതികൾ വിലയിരുത്തുന്നു എന്നുള്ള ഒരു കാഴ്ചയും നമ്മൾ കണ്ടതാണ്. എന്തായാലും വലിയ പ്രതിഷേധം. രാഹുൽ മാങ്കൂട്ട് MLA-ക്കെതിരായിട്ടുള്ള ആരോപണങ്ങൾക്ക് ശേഷം ഇന്ന് വടകരയിൽ വെച്ച ഷാഫി പറമ്പിൽ MPയെ DYFI പ്രവർത്തകരും അതുപോലെ തന്നെ SFI പ്രവർത്തകരും തടയുന്നു. തുടർന്നാണ് ഇത്തരത്തിലൊരു പ്രതിഷേധ മാർച്ച് ഈ ക്ലിഫ് ഹൗസിലേക്ക്. സംസ്ഥാനത്ത് ആകമാനം കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും ഇത്തരം ഒരു മാർച്ച് ഉണ്ടായിരുന്നു. ഒരു നൈറ്റ് മാർച്ച് ക്ലിഫ് ഹൗസിലേക്കും ഉണ്ടാകുന്ന ഒരു സാഹചര്യം. തുടർന്നാണ് വലിയ സംഘർഷത്തിലേക്ക്, സമാനതകളില്ലാത്തൊരു സംഘർഷത്തിലേക്ക് ഈ ഒരു രാത്രി ക്ലിഫ് ഹൗസ് സാക്ഷ്യം വഹിച്ചു എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. വിജയകുമാർ. യെസ്, പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. ഒരു തെരുവ് യുദ്ധം എന്ന് വേണമെങ്കിൽ പറയാവുന്ന അവസ്ഥയായിരുന്നു കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകൾ മുമ്പ് തിരുവനന്തപുരത്ത് ക്ലിഫ് ഹൗസിന് മുന്നിൽ നമ്മൾ കണ്ടത്. ഇപ്പോൾ സ്ഥിതിഗതികൾ നിയന്ത്രണ വിധേയമാണ്. റിനു ശ്രീധരാണ് ആ വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട് വടകരയിൽ ഷഫി പറമ്പിൽ MPയെ SFI DYFI പ്രവർത്തകർ തടഞ്ഞതാണ് കോൺഗ്രസിന്റെ വലിയ പ്രതിഷേധത്തിനിടയാക്കിയത്. രാഹുൽ മാങ്കൂട്ടത്തിലിനെ സംരക്ഷിക്കുന്നു എന്നാരോപിച്ചായിരുന്നു SFI DYFI പ്രതിഷേധം. പ്രകോപിതനായ ഷാഫി പ്രവർത്തകരുമായി വാക്കേറ്റത്തിലേർപ്പെട്ടു. പ്രതിഷേധക്കാരെ പോലീസ് പിന്നീട് അറസ്റ്റ് ചെയ്ത് നീക്കിയ ദൃശ്യങ്ങളിലേക്ക്. നാട്ടുകാരുടെ സ്വാഭാവിക പ്രതികരണം എന്നായിരുന്നു DYFI ഈ വിഷയത്തിൽ പിന്നീട് മറുപടി പറഞ്ഞത്. DYFI തന്നെ തടയുന്നതും തടയാത്തതും അവരുടെ ഇഷ്ടമെന്ന് ഷാഫി പറമ്പിൽ MP.
സമരത്തിനെതിരല്ല. എന്നാൽ തെറി പറയുന്നത് കേട്ട് വെറുതെ പോകാൻ കഴിയില്ല. ഭീഷണികൾക്ക് മുന്നിൽ മുട്ടുമടക്കില്ലെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. സമരങ്ങൾക്കും നമ്മൾ ആരും എതിരല്ല. ഒരു തരത്തിലുള്ള സമരങ്ങൾക്കോ കരിങ്കൊടിക്കോ പ്രതിഷേധത്തിനോ ഒന്നും ഞങ്ങൾ ആരും എതിരല്ല. ഞങ്ങളൊക്കെ സമരം ചെയ്യുന്നവരാണ്. സമരം ചെയ്തിട്ടുമുണ്ട്, സമരം കണ്ടിട്ടുമുണ്ട്, സമരം നേരിട്ടിട്ടുമുണ്ട്. അതിനൊന്നും ഞങ്ങൾക്ക് ആർക്കും പ്രശ്നമൊന്നുമില്ല. കേട്ടാൽ ഇറക്കുന്ന ഭാഷയിൽ തെറിയ അസഭ്യവും പറഞ്ഞിട്ട് അത് കേട്ടിട്ട് അങ്ങനെ പോകണമെന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ. അങ്ങനെ ആരെങ്കിലും പേടിപ്പിച്ചത് കേട്ടിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും പറയുന്ന ആവാസം കേട്ടിട്ട് ഓടി പോകാൻ പറ്റൂ? പോലീസ് അവിടെ ഉണ്ടായിരുന്നു, പോലീസ് അവരുടെ അടുത്ത് നേരത്തെ മാറ്റിയൊന്നുമില്ല. അതൊക്കെ പോലീസിൻ്റെ ഇഷ്ടം. ഞങ്ങൾക്കിപ്പോൾ വടകര അങ്ങാടി കൂടെ പോകാൻ അല്ലെങ്കിൽ വടകര അങ്ങാടി കൂടെ നടക്കാൻ ആരുടെയും സ്പെഷ്യൽ പെർമിഷൻ്റെ ഒന്നും ആവശ്യമില്ല, സ്പെഷ്യൽ സാങ്ഷൻ്റെ ഒന്നും ആവശ്യമില്ല. ജനങ്ങൾ വോട്ട് ചെയ്തും ജയിപ്പിച്ചിട്ടൊക്കെ തന്നെയാണ് ഞങ്ങളിവിടെ പൊതുപ്രവർത്തനം നടത്തുന്നത് നിലനിൽക്കുന്നത്. ആരുടെ ഭീഷണിയുടെ മുമ്പിലും മുട്ടുമടക്കാനോ ആഗ്രഹിക്കുന്നില്ല. ഞാൻ വടകരയിൽ തന്നെ ഉണ്ടാവും. എന്നെ തടയുന്നതിന് എനിക്കെതിരെ സമരം ചെയ്യുന്നതിൻ്റെയൊക്കെ ലോജിക്ക് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കോഴിക്കോട് ഷാഫി പറമ്പിൽ എംപിയെ തടഞ്ഞതിൽ പ്രതിഷേധിച്ച് വടകര പോലീസ് സ്റ്റേഷനിലേക്ക് UDF പ്രവർത്തകർ മാർച്ച് നടത്തി. KK രമ MLAയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. KK രമയുടെ നേതൃത്വത്തിൽ പ്രവർത്തകർ പോലീസ് സ്റ്റേഷന് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഷാഫി പറമ്പലിനെ തടഞ്ഞതിലും പാർട്ടി പ്രവർത്തകൻ VP ദുൽഫിക്കറിന് മർദ്ദനമേറ്റതിലും അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കുമെന്ന് വടകര റൂറൽ SP ഉറപ്പു നൽകിയതോടെയാണ് സമരം അവസാനിപ്പിച്ചത്. DYFIക്കാർ ഇനിയും ഷാഫിയെ തടഞ്ഞാൽ അതിൻ്റെതായ രീതിയിൽ പ്രതിരോധിക്കാൻ അറിയാം എന്നും KK രമ പറഞ്ഞു. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ കേസെടുത്തു പോലീസ്. പെൺകുട്ടികളെ പിന്തുടർന്ന് ശല്യപ്പെടുത്തിയെന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തത്. DGPക്ക് ലഭിച്ച പരാതികളിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കാനും ക്രൈംബ്രാഞ്ച് നീക്കം തുടങ്ങി. സ്ത്രീകളെ അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായി സോഷ്യൽ മീഡിയ വഴി പിന്തുടർന്ന ശല്യം ചെയ്തു. മാനസിക വേദനയ്ക്കിടയാക്കുന്ന വിധത്തിൽ പ്രവർത്തിച്ച നിർബന്ധിത ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു. മെസ്സേജുകൾ അയച്ചും ഫോൺ വിളിച്ചും ഭീഷണിപ്പെടുത്തി എന്നീ കുറ്റങ്ങളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ ചുമത്തിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരമാണ് സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ച് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്രൈംബ്രാഞ്ച് തിരുവനന്തപുരം റേഞ്ച് DYSP C ബിനുകുമാറിനാണ് അന്വേഷണ ചുമതല. DGPക്ക് ലഭിച്ച പരാതിയിൽ പറയുന്ന സ്ത്രീകളുടെ മൊഴിയെടുക്കുവാനും ക്രൈംബ്രാഞ്ച് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. രാഹുലിനെതിരെ നിയമപരമായ നടപടിയുണ്ടാകുമെന്ന് മുഖ്യമന്ത്രി ഇന്ന് വ്യക്തമാക്കിയതിന് പിന്നാലെയാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്തുടനീളം രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ 19 പരാതികൾ ഇതുവരെ ലഭിച്ചിട്ടുണ്ട്. MLAക്കെതിരെ ആരോപണം ഉന്നയിച്ച ചില പെൺകുട്ടികൾ പോലീസിന് മൊഴി നൽകാൻ തയ്യാറായെന്നാണ് വിവരം. ആ ഉറപ്പിന്മേലാണ് കേസ് രജിസ്റ്റർ ചെയ്തതെന്നും വിവരമുണ്ട്. 24 തിരുവനന്തപുരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിവാദത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും പ്രതിപക്ഷ നേതാവ് VD സതീശനും നേർക്കുനേർ. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പരാതിയുമായി എത്തുന്നവർക്ക് സർക്കാർ പൂർണ്ണ സംരക്ഷണം നൽകുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. എന്നാൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം നൽകുകയാണ് എന്നും മുഖ്യമന്ത്രി കുറ്റപ്പെടുത്തി. പിണറായി വിജയനെ പോലെ ആരോപണ വിധേയരായ സഹപ്രവർത്തകരെ സംരക്ഷിച്ച മറ്റൊരു നേതാവ് ഇന്ത്യയിൽ ഉണ്ടാകില്ല എന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ മറുപടി. ഇത് ഇവിടെ ഒതുങ്ങി നിന്നാൽ നല്ലത്. ഇനി എത്ര ആളുകളിലേക്ക് വ്യാപിക്കൂ എന്നുള്ളത് എനിക്കുള്ള കാര്യങ്ങൾ കണ്ടാൽ മാത്രമേ പറയാൻ പറ്റൂ. പരാതി നൽകുന്നതിന് ഏതെങ്കിലും തരത്തിലുള്ള ആശങ്ക ഉണ്ടാകേണ്ടതില്ല. പരാതി നൽകിയാൽ ജീവൻ എന്തെങ്കിലും അപകടം സംഭവിക്കും, ശാരീരികമായി ഭീഷണിയുണ്ട് എന്ന നിലയെ കാണേണ്ടതില്ല. എല്ലാ സംരക്ഷണവും സർക്കാർ ഉറപ്പുവരുത്തും അത്തരം പരാതി ഉന്നയിക്കുന്നവർക്ക്. എൻ്റെ നേരെ വിരൽ ചൂണ്ടിയ മുഖ്യമന്ത്രിയോട് എനിക്ക് പറയാനുള്ളത്, അദ്ദേഹത്തിൻ്റെ ബാക്കി 4 വിരലും അദ്ദേഹത്തിൻ്റെ നെഞ്ചിലേക്കാണ് ചൂണ്ടിയിരിക്കുന്നത്. ആരാണ് ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയാണ് സംരക്ഷിച്ചിരിക്കുന്നത്? ലൈംഗിക അപവാദ കേസിൽപ്പെട്ട 2 പേർ മന്ത്രിമാരായി ഈ മന്ത്രിസഭയിലുണ്ട്. ഇപ്പോൾ അദ്ദേഹത്തിന് കൈപൊക്കുന്ന ഒരു MLA നിയമസഭയിൽ റേപ്പ് കേസിലെ പ്രതിയാണ്, ബലാത്സംഗ കേസ്. ഗോപുനന്ദിലത്ത് ജിമാർട്ട് അത്തം പത്തോണം ലാക്പതി ഓഫറിന്റെ ആദ്യ ദിവസത്തെ നറുക്കെടുപ്പ് നടന്നു. ഗോപുനന്ദില ജിമാർട്ട് അത്തം പത്തോണം ഡെയിലി 1 ലാഖ്പതി ഓഫറിന്റെ ഭാഗമായിട്ടുള്ള ആദ്യ വിജയം നമ്മൾ നറുക്കെടുക്കാൻ പോവാണ്. അതിനുവേണ്ടി ഒരു കസ്റ്റമറെ നമ്മൾ വിളിക്കുകയാണ്.
കൂപ്പൺ നമ്പർ 122839. സനൽ TS, തൃശൂർ ബ്രാഞ്ചാണ്, പൂങ്കുന്നം. പൂങ്കുന്നം സ്വദേശി സനിൽ TS ആണ് ആദ്യ ദിവസത്തെ വിജയി. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുകയാണ്. ചോദ്യം ഇതാണ്: വോട്ടർ അധികാർ യാത്രയിൽ പങ്കെടുക്കുന്ന CPM നേതാവ് ആര്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന 1001 പേർക്കാണ് 24 മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ്, തൊടുപുഴ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ C കൃഷ്ണകുമാറിനെതിരെ പീഡന പരാതി. എറണാകുളം സ്വദേശിനിയാണ് BJP സംസ്ഥാന അധ്യക്ഷന് പരാതി നൽകിയത്. കോടതിയും പോലീസും പരിശോധിച്ച് തള്ളിയ കേസാണെന്നാണ് C കൃഷ്ണകുമാറിന്റെ പ്രതികരണം. മുതിർന്ന നേതാക്കളെ പരാതി അറിയിച്ചെങ്കിലും പരിഹാരമുണ്ടായില്ലെന്ന് BJP സംസ്ഥാന അധ്യക്ഷന് നൽകിയ പരാതിയിൽ പറയുന്നു. സ്വത്ത് തർക്കത്തിൽ മേൽക്കൈ നേടാനാണ് പരാതിയെന്ന് C കൃഷ്ണകുമാറിന്റെ പ്രതികരണം. കോടതിയും പോലീസും പരിശോധിച്ച് തള്ളിയതാണ് പരാതി. ഞങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന അസുരവിത്ത് ഇന്ന് പുറത്തുപോയി. ആ അസുരവ് തന്നെയാണ് ഇതിന് പറഞ്ഞത്. അതേസമയം ആരോപണം പ്രതിപക്ഷത്തിന്റെ നനഞ്ഞ പടക്കമെന്ന് പറഞ്ഞ് BJP നേതാക്കൾ തള്ളി. കോടതി വിചാരണ പൂർത്തിയാക്കി തള്ളിക്കളഞ്ഞൊരു കേസ് വീണ്ടും പൊടിതട്ടിയെടുത്തിരിക്കുകയാണ്. അതിന്റെ പുറകിൽ എന്താണ് മോട്ടീവ് എന്ന് എല്ലാവർക്കും അറിയാം. അതേസമയം പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെ C കൃഷ്ണകുമാറിനെതിരെ അന്വേഷണം നടക്കുന്നെന്ന് കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ. ആദ്യം ആവശ്യപ്പെടുന്നത് കൃഷ്ണകുമാറിനെതിരെ പോലീസ് അടിയന്തരമായിട്ട് ഒരു ക്രിമിനൽ കേസ് എടുക്കണം എന്നുള്ളതാണ്. ആരോപണത്തിൽ പാലക്കാട് BJP ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് കോൺഗ്രസ് പ്രതിഷേധ മാർച്ച് നടത്തി. 24 പാലക്കാട്. തനിക്കെതിരായ ബലാത്സംഗ കേസ് കോടതിയുടെ പരിഗണനയിൽ ഉള്ളതിനാൽ പ്രതികരിക്കാനില്ല എന്ന് M മുകേഷ് MLA. തന്റെ പേര് പറഞ്ഞുള്ള കോൺഗ്രസ് പ്രതിരോധത്തിന് പാർട്ടി മറുപടി പറഞ്ഞിട്ടുണ്ട്. രാഹുൽ രാജിവെക്കണമോ എന്ന ചോദ്യത്തിന് മുകേഷ് പ്രതികരിച്ചില്ല. അല്ല പറയാൻ പാടില്ല. ഞാനേ കോടതിയിൽ കേസ് നിൽക്കുമ്പോൾ നമ്മൾ പറയാൻ പാടില്ല. അതെല്ലാം മറുപടി കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാർ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറയാൻ ബാധ്യസ്ഥനല്ല. ഇപ്പോൾ വരുന്ന ഒരു റിപ്പോർട്ടിലേക്ക്. കണ്ണൂർ മാങ്ങാട് ഓടിക്കൊണ്ടിരുന്ന കാറിന് തീപിടിച്ചു. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോവുകയായിരുന്ന വാഹനമാണ് തീപിടിച്ചത്. കാർ പൂർണ്ണമായും കത്തി നശിച്ചു. പുക ഉയരുന്നത് കണ്ട് കാർ നിർത്തി യാത്രക്കാർ പുറത്തിറങ്ങിയതിനാൽ അപകടം ഒഴിവായി. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകും കണ്ണൂരിൽ നിന്ന്. അരുൺ, ആർക്കും പരിക്കൊന്നുമില്ലല്ലോ അല്ലേ? എല്ലാവരും സുരക്ഷിതരാണല്ലോ, വാഹനത്തിലുണ്ടായിരുന്ന ആളുകളൊക്കെ അല്ലേ? വിജയകുമാർ, എല്ലാവരും തന്നെ സുരക്ഷിതരാണ്. രാത്രി 9 മണിയോടെയാണ് ഈ അപകടം ഉണ്ടായത്. ദേശീയപാതയിൽ മാങ്ങാട് വെച്ചാണ് ഈ തീപിടുത്തം ഉണ്ടായത്. കണ്ണൂരിൽ നിന്ന് തളിപ്പറമ്പിലേക്ക് പോകുന്ന യാത്രക്കാരായിരുന്നു ഈ കാറിലുണ്ടായിരുന്നത്. ഈ മാങ്ങാട് എത്തിയ ഘട്ടത്തിൽ ഈ കാറിൽ നിന്ന് ആദ്യഘട്ടത്തിൽ പുക വരുന്നതാണ് ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. പെട്ടെന്ന് തന്നെ കാർ നിർത്തി യാത്രക്കാർ പുറത്തേക്ക് ഇറങ്ങി. അതിന് തൊട്ടു പിന്നാലെ തന്നെ ആ കാറിൽ ഈ തീ പടർന്നു പിടിക്കുകയും ചെയ്തു. ആ നാട്ടുകാരും അതോടൊപ്പം തളിപ്പറമ്പിൽ നിന്ന് വന്ന ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരും ഈ തീ അണക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തി. പക്ഷേ ഈ കാർ പൂർണ്ണമായി തന്നെ കത്തി നശിച്ചു. എന്താണ് ഈ തീപിടുത്തത്തിന് കാരണം എന്നതിനെ സംബന്ധിച്ച് പരിശോധനകൾ നടന്നു വരികയാണ്. എന്തായാലും ഈ പുക വരുന്ന ഘട്ടത്തിൽ തന്നെ അത് ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ ഇവർക്ക് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചതുകൊണ്ട് വലിയ അപകടമാണ് ഒഴിവായത്. സമാനമായ ഒരു റിപ്പോർട്ട് കോഴിക്കോട് നിന്ന് വരുന്നുണ്ട്. അവിടെ ബാലുശ്ശേരിയിൽ പെട്രോൾ പമ്പിലെത്തിയ വാഹനത്തിനാണ് തീപിടിച്ചത്. പാനായി സ്വദേശിയുടെ കാറിന് തീപിടിക്കുകയായിരുന്നു. പുക ഉയരുന്നത് കണ്ട് പമ്പ് ജീവനക്കാർ കാറിലുള്ളവരോട് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ആ ദൃശ്യങ്ങൾ കാണാം. നിഖിൽ പ്രമേഷ് വിവരങ്ങൾ നൽകും. നിഖിലും, ഇത് വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം അവിടെ ഉണ്ടായിരുന്നു.
പമ്പിൽ വെച്ചാണ് ഈ വാഹനത്തിന് തീപിടിക്കാൻ ഒരു സാധ്യത ഉണ്ടായത്. എന്താണ് അവിടെ സംഭവിച്ചത്? എല്ലാം സുരക്ഷിതമാണല്ലോ കാര്യങ്ങളൊക്കെ, അല്ലേ? തീർച്ചയായിട്ടും വിജയകുമാർ, അതൊരു വലിയ അപകടത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സാഹചര്യം അവിടുത്തെ പമ്പ് ജീവനക്കാരുടെ അടക്കം സമയോചിതമായ ഇടപെടൽ കൊണ്ടാണ് അപകടം ഒഴിവായത്. ബാലുശ്ശേരി കാട്ടാമ്പള്ളി എന്ന പ്രദേശത്താണ് VR എന്റർപ്രൈസസ് എന്ന പെട്രോൾ പമ്പിൽ നിന്ന് പെട്രോൾ അടിക്കാൻ എത്തിയ കാറിനാണ് തീ പിടിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഏതാണ്ട് 7:40 കൂടിയായിരുന്നു ഈ സംഭവം. പാനായി സ്വദേശിയുടെ കാറിനാണ് തീ പിടിച്ചത്. ഈ കാറിന്റെ മുൻഭാഗത്ത് നിന്ന് പുക ഉയരുന്നത് കണ്ട് ഈ ജീവനക്കാർ പെട്ടെന്ന് തന്നെ കാറിലുണ്ടായിരുന്ന സ്ത്രീകളോട് പുറത്തേക്ക് ഇറങ്ങാൻ ആവശ്യപ്പെടുകയായിരുന്നു. ഡ്രൈവറും സ്ത്രീകളും അടക്കമുള്ള ആളുകൾ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് ഇറങ്ങുകയും ഉടനെ തന്നെ ഈ ഫയർ എക്സ്റ്റിങ്ക്വിഷർ ഉപയോഗിച്ച് ഇവിടുത്തെ ജീവനക്കാർ തീ അണയ്ക്കുകയായിരുന്നു. പിന്നീട് നരിക്കുനിയിൽ നിന്നുള്ള ഫയർഫോഴ്സ് സംഭവ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നു. ജിഷ്ണു, ഉണ്ണി, സത്യൻ, ബാലൻ എന്നീ ജീവനക്കാരാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. ഈ അവിടുത്തെ തന്നെ ഒരു ജീവനക്കാരനെ ഇതേ തുടർന്ന് ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഇയാളെ ബാലുശ്ശേരി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു. മറ്റാർക്കും തന്നെ ശാരീരിക അസ്വസ്ഥയോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. നിലവിലത്തെ സാഹചര്യത്തിൽ എന്താണ് ഈ തീപിടിക്കാനുള്ള കാരണം എന്നുള്ളതും വ്യക്തമല്ല. വിജയകുമാർ, യെസ്, ഒരു വലിയ അപകടം ഒഴിവായതിന്റെ ആശ്വാസമുണ്ട്. നിഖിൽ പ്രമേശാണ് വിവരങ്ങൾ നൽകിയത് കോഴിക്കോട്ട് നിന്ന്. ആലപ്പുഴ നൂറനാട് KSRTC ബസ്സും ടോറസും കൂട്ടിയിടിച്ചൊരു അപകടം ഇപ്പോഴുണ്ടായിട്ടുണ്ട്. നിരവധി പേർക്ക് പരിക്കേറ്റു എന്നാണ് ഞങ്ങളുടെ ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നത്. അശ്വിൻ പാലാഴി ആലപ്പുഴയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അശ്വിൻ, ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ വലിയൊരു അപകടം സംഭവിച്ചു എന്ന് മനസ്സിലാകും. 10 പേർക്ക് ചെറിയ പരിക്ക്, നിസ്സാര പരിക്കേ ഉള്ളൂ. അതൊരു ആശ്വാസമാണല്ലേ? വിജയകുമാർ, തീർച്ചയായും ആലപ്പുഴ ജില്ലയിൽ പരക്കെയും ഇന്ന് ഒരു 7 മണി മുതൽ അതിശക്തമായ മഴയാണ് പെയ്യുന്നത്. ഈ മഴയ്ക്കിടെയാണ് ഏകദേശം അരമണിക്കൂർ മുമ്പ് ഇടപ്പോൺ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ അപകടം ഉണ്ടാകുന്നത്. ഈ KSRTC ബസ്സും ടോറസും കൂട്ടിയിടിച്ചാണ് അപകടം ഉണ്ടായത്. KSRTC ആലപ്പുഴയിൽ നിന്നും പത്തനംതിട്ടയിലേക്ക് സർവീസ് നടത്തുന്ന അവസാന സർവീസായിരുന്നു. ഈ അവസാന സർവീസിൽ 22 യാത്രക്കാരാണ് ഈ KSRTC ബസ്സിൽ ഉണ്ടായിരുന്നത്. ഇവരുമായി പോകുന്ന വഴിയാണ് അതിശക്തമായ മഴയിൽ ഇടപ്പോണിൽ ഒരു വലിയ വളവിൽ വെച്ച് ടോറസ് മറ്റൊരു കാറിനെ ഓവർടേക്ക് ചെയ്ത് വരികയായിരുന്നു. ഈ ഓവർടേക്ക് ചെയ്ത് വരുന്ന വഴിയിൽ KSRTC ബസ്സിലേക്ക് നിയന്ത്രണം തെറ്റിയ ഈ ടോറസ് ഇടിച്ച് ഈ 2 വാഹനങ്ങളുടെയും മുൻഭാഗം പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. ഡ്രൈവർക്കും ഒപ്പം 4 യാത്രക്കാർക്കും സാരമായ പരിക്കേറ്റിട്ടുണ്ട്. ഗുരുതരമെന്ന് പറയാൻ കഴിയില്ല, എങ്കിലും സാരമായ പരിക്കാണ് ഈ 4 യാത്രക്കാർക്കേറ്റത്. മറ്റ് 7 പേർക്ക് നിസ്സാരമായ പരിക്കുകളുമുണ്ട്. ഇടപ്പമുള്ള തന്നെ സ്വകാര്യ ആശുപത്രിയിലാണ് ഈ പരിക്കേറ്റ 13 പേരെയും നിലവിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മറ്റ് ആളുകൾക്ക് വലിയ പരിക്കുകളില്ലെങ്കിലും സാരമായ ചെറിയ പോറലടക്കമുള്ള പരിക്കുകൾ ഈ യാത്രക്കാർക്കും ഏറ്റിട്ടുണ്ട്. KSRTC ബസിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു. രാത്രി വൈകി ഉണ്ടായ അപകടത്തിൽ അതിശക്തമായ മഴയാണ് അപകടത്തിന് മറ്റൊരു കാരണം. ഒപ്പം ഈ വലിയ വളവിൽ അശ്രദ്ധമായി ടോറസ് മറ്റൊരു കാറിനെ മറികടന്നു വന്നതും അപകടത്തിന് കാരണമായിട്ടുണ്ട്. എന്തായാലും ഈ 2 വാഹനങ്ങളും വളരെ മിതമായ സ്പീഡിലാണ് പോയത് എന്നുള്ളത് അപകടത്തിന്റെ വ്യാപ്തി കുറച്ചു എന്നുള്ളതാണ് ഈ വാഹനത്തിന്റെ ഡ്രൈവറടക്കം ഒപ്പം യാത്രക്കാരടക്കം പറയുന്നത്. എന്തായാലും 14 പേർക്കാണ് പരിക്കേറ്റതിൽ 4 പേരുടെ നില അല്പം സാരമായി തന്നെ അവർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. യെസ്, ആലപ്പുഴ നൂറനാടാണ് KSRTC ബസ്സും ടോറസും കൂട്ടിയിടിച്ചത്. 14 പേർക്ക് പരിക്കേറ്റു, 4 പേർക്ക് കുറച്ച് ഗൗരവമുള്ള പരിക്കാണ് എന്ന് അശ്വിൻ പാലാഴി റിപ്പോർട്ട് ചെയ്തു ആലപ്പുഴയിൽ നിന്ന്. കൊച്ചിയിൽ യുവാവിനെ തട്ടിക്കൊണ്ടുപോയ സംഭവത്തിൽ നടി ലക്ഷ്മി മേനോന്റെ അറസ്റ്റ് തടഞ്ഞ് ഹൈക്കോടതി. നടി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിലാണ് നടപടി. ബാറിലെ വാക്ക് തർക്കത്തിനൊടുവിൽ നടിയും സംഘവും വാഹനം തടഞ്ഞ് യുവാവിനെ തട്ടിക്കൊണ്ടുപോയി മർദ്ദിച്ചു എന്നാണ് പരാതി. തിങ്കളാഴ്ചയായിരുന്നു സംഭവം. എറണാകുളത്തെ ബാറിൽ വെച്ച് പരാതിക്കാരനും നടിയും കൂടെയുണ്ടായിരുന്നവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി. ബാറിൽ നിന്ന് തിരികെ പോകുന്നതിനിടെ യുവാവ് സഞ്ചരിച്ച കാർ തടഞ്ഞ് നടി ലക്ഷ്മി മേനോനും സംഘവും യുവാവിനെ ബലമായി തട്ടിക്കൊണ്ടുപോയി. സംഘം മർദ്ദിച്ചെന്നും പരാതി. കേസിൽ പ്രതി ചേർത്തതിന് പിന്നാലെ നടി ഒളിവിൽ പോവുകയായിരുന്നു. നടി നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ഹൈക്കോടതി അറസ്റ്റ് തടഞ്ഞു. ജാമ്യഹർജി ഓണാവധിക്ക് ശേഷം പരിഗണിക്കും. കേസിൽ പ്രതികളായ മിഥുൻ, അനീഷ്, സോനാമോൾ എന്നിവരെ നേരത്തെ അറസ്റ്റ് ചെയ്തിരുന്നു. 24 കൊച്ചി. പ്രേക്ഷകർക്ക് ഓണക്കോടി സ്വന്തമാക്കാനുള്ള അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്ന് ഏത് കേസിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്ക് ക്രൈംബ്രാഞ്ച് നോട്ടീസ് നൽകിയത്? ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന QR കോഡ് സ്കാൻ ചെയ്ത് ശരി ഉത്തരം നൽകുന്നവരിൽ നിന്ന് വിജയികളെ തെരഞ്ഞെടുക്കും. അത്തം മുതൽ തിരുവോണം വരെ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ശരി ഉത്തരം അയക്കുന്നവരിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെടുന്ന
101 പേർക്കാണ് 24 മഹാറാണി വെഡ്ഡിംഗ് കളക്ഷൻസ് തൊടുപുഴയും ഓണക്കോടി സമ്മാനമായി നൽകുന്നത്. മഹാറാണി വെഡിംഗ് കളക്ഷൻസ് 24 ഓണക്കോടി സമർപ്പിക്കുന്നത് ഹൗസ് ഓഫ് സാരീസ് ബൈ മഹാറാണി വെഡിംഗ് കളക്ഷൻസ് തൊടുപുഴ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. തിരുവനന്തപുരം ഫോർട്ട് സ്റ്റേഷനിലെ കുപ്രസിദ്ധമായ ഉദയകുമാർ ഉരുട്ടിക്കൊലക്കേസിലെ പ്രതികളായ മുഴുവൻ പോലീസുകാരെയും വെറുതെ വിട്ടു. ഒന്നാം പ്രതിക്ക് വിധിച്ച വധശിക്ഷയും ഹൈക്കോടതി റദ്ദാക്കി. അന്വേഷണത്തിൽ CBIക്ക് ഗുരുതര വീഴ്ച പറ്റിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി ഉത്തരവ്. പൊട്ടിക്കരഞ്ഞാണ് വിധിയിൽ ഉദയകുമാറിന്റെ അമ്മ പ്രഭാവതി അമ്മയുടെ പ്രതികരണം. സംസ്ഥാനത്ത് ഏറെ കോളിളക്കമുണ്ടാക്കിയ സംഭവമായിരുന്നു 2005 സെപ്റ്റംബറിലെ ഉദയകുമാർ ഉരുട്ടിക്കൊല. ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും കേസ് അന്വേഷിച്ചു. 2008 അന്വേഷണം ഏറ്റെടുത്ത CBI 6 പോലീസുകാരെ പ്രതി ചേർത്തു. 2 പേർ മരിച്ചു. 2018 തിരുവനന്തപുരം CBI കോടതി 1ഉം 2ഉം പ്രതികൾക്ക് വധശിക്ഷ വിധിച്ചത്. ഇത് ചോദ്യം ചെയ്ത പ്രതികൾ നൽകിയ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക ഉത്തരവ്. വിധിയിൽ പൊട്ടിക്കരഞ്ഞ ഉദയകുമാറിന്റെ അമ്മയുടെ പ്രതികരണം. ഒരു മകനെയും പച്ചയ്ക്ക് തിന്ന് 4000 രൂപയ്ക്ക് പച്ചയ്ക്ക് തിന്നിട്ട് എന്നെയും കൂടെ കൊല്ലാൻ നോക്കിയിട്ട് ഒരു മകൻ ഈ അവന്മാരെ വെറുതെ വിട്ട് ഇനി അടുത്ത ആരെ കൊല്ലാനാ അവന്മാരെ വിട്ടേക്കുന്നത്. മോഷണക്കുറ്റം ആരോപിച്ചായിരുന്നു 28 വയസ്സുകാരൻ ഉദയകുമാറിനെ കസ്റ്റഡിയിലെടുത്തത്. ASI ജിതകുമാർ, സിവിൽ പോലീസ് ഓഫീസർ ശ്രീകുമാർ, DYSP ആയിരുന്ന അജിത് കുമാർ, മുൻ SP-മാരായിരുന്ന EK സാബു, TK ഹരിദാസ് എന്നിവരായിരുന്നു കേസിലെ പ്രതികൾ. വിഷ്ണു സുരേഷ്, 24 കൊച്ചി. പട്ടയഭൂമി മറ്റാവശ്യങ്ങൾക്ക് ഉപയോഗിച്ചത് ക്രമവൽക്കരിച്ച് നൽകുന്നതിനുള്ള ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടത്തിന് മന്ത്രിസഭ അംഗീകാരം നൽകി. 3000 ചതുരശ്ര അടി വരെയുള്ള വാണിജ്യ കെട്ടിടങ്ങൾക്ക് സൗജന്യമായി ക്രമീകരിച്ചു നൽകും. അതിനു മുകളിൽ വിസ്തീർണമുള്ള നിശ്ചിത ഫീസ് ഈടാക്കിയും ക്രമീകരിച്ചു നൽകും. ഫീസ് ഈടാക്കുന്നത് അധാർമികമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. 1960 ഭൂപതിവ് നിയമത്തിൽ ഭേദഗതി വരുത്തി 2 വർഷം തികയുമ്പോഴാണ് ചട്ടം തയ്യാറാകുന്നത്. ഇടുക്കി ജില്ലയിലെ ജനങ്ങളുടെ ഭൂപ്രശ്നത്തിന് പരിഹാരം കാണുകയാണ് ചട്ടത്തിലൂടെ സർക്കാർ ലക്ഷ്യമിടുന്നത്. ജനാധിപത്യപരമായാണ് സർക്കാർ ഈ നിയമ ഭേദഗതി കൊണ്ടുവന്നിട്ടുള്ളത്. കൃഷിക്കും വീടിനും വേണ്ടി പതിച്ചു നൽകിയ ഭൂമി വാണിജ്യാവശ്യങ്ങൾക്ക് വിനിയോഗിച്ചിട്ടുണ്ടെങ്കിൽ 3000 ചതുരശ്ര അടി വരെ സൗജന്യമായി ക്രമവൽക്കരിച്ച് നൽകും. കെട്ടിടം പണിയാതെ വാണിജ്യാവശ്യത്തിന് ഉപയോഗിക്കുന്ന ഭൂമിയും വിനോദസഞ്ചാര ആവശ്യങ്ങൾ ഉപയോഗിക്കുന്ന ഭൂമിയും റെഗുലൈസ് ചെയ്യാൻ ന്യായവിലൂടെ 10% ഫീസ് അടയ്ക്കണം. ഒരു പ്രാവശ്യം ഫീസ് മേടിച്ചവരുടെ കയ്യിൽ നിന്ന് വീണ്ടും ഫീസ് മേടിക്കുന്ന അധർമ്മമാണ്. എന്നാൽ ചട്ടഭേദഗതി കർഷകരുടെ വിജയമെന്നാണ് കേരള കോൺഗ്രസ് എമ്മിന്റെ പ്രതികരണം. ഒരു മുഹൂർത്തമാണ്, ഒരു ചരിത്ര സംഭവമാണ്. നിയമസഭാ സബ്ജക്ട് കമ്മിറ്റി കൂടി അംഗീകരിച്ചാലേ ചട്ടം പ്രാബല്യത്തിൽ വരൂ. 24 തിരുവനന്തപുരം. തിരുവനന്തപുരത്ത് 26-കാരിയുടെ ജീവിതം വഴിമുട്ടിച്ച് ചികിത്സാ പിഴവ്. തൈറോയ്ഡ് ഗ്രന്ഥി നീക്കം ചെയ്യൽ ശസ്ത്രക്രിയയ്ക്ക് ശേഷം നെഞ്ചിൽ 50 സെന്റിമീറ്റർ നീളമുള്ള കേബിൾ കുടുങ്ങി. കാട്ടാക്കട സ്വദേശി സുമയ്യയാണ് ഡോക്ടർ രാജീവ് കുമാറിനെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. ഡോക്ടർ പിഴവ് സമ്മതിച്ചുവെന്നും രക്തക്കുഴലിൽ ഒട്ടിയ കേബിൾ മാറ്റാൻ കഴിയില്ല എന്ന് കണ്ടെത്തിയതോടെ കൈയൊഴിഞ്ഞു എന്നും യുവതി 24-നോട് പറഞ്ഞു. ഇത് വന്നതിന് ശേഷം എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ട്, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അസുഖങ്ങളാണ്. എനിക്ക് എന്നും നടക്കാൻ പോലും, എനിക്ക് 26 വയസ്സേ ആയിട്ടുള്ളൂ, എനിക്ക് നടക്കാൻ പോലും പറ്റുന്നില്ല, എനിക്ക് സ്റ്റെപ്പ് കയറാൻ പറ്റില്ല. എനിക്കൊരു 6 വയസ്സായ മോനേ ഉള്ളൂ. അപ്പോൾ എനിക്കിനി ഒരു ഡെലിവറിക്ക് പോലും ഇപ്പം നോക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 2023 മാർച്ച് 22 കാട്ടാക്കട സ്വദേശി സുമയ്യ തൈറോയിഡ് ഗ്രന്ഥി നീക്കം ചെയ്യാൻ ജനറൽ ആശുപത്രിയിൽ സർജറി നടത്തുന്നത്. ഡോക്ടർ രാജീവ് കുമാർ ആയിരുന്നു സർജറി നടത്തിയത്. സർജറിക്ക് പിന്നാലെ 8 ദിവസം ICUവിൽ. മോശം ആരോഗ്യാവസ്ഥയിൽ മാറ്റം വന്നതോടെ വീട്ടിലേക്ക് പോയി. പിന്നീടുള്ള 2 വർഷവും സുമയ്യയ്ക്ക് ശ്വാസം മുട്ടലും കിതപ്പും പലപ്പോഴും ഉണ്ടായി. ചികിത്സ തേടി ഇതേ രാജീവ് കുമാറിനടുത്തെത്തി. ഇതിനിടെ കഫക്കെട്ട് രൂക്ഷമായി വീടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. എക്സ്റേ എടുത്തപ്പോഴാണ് ഞെട്ടിക്കുന്ന വിവരമറിഞ്ഞത്. കഫക്കെട്ട് വന്ന് ഞാനൊരു വീട്ടിനടുത്തുള്ള ഒരു ക്ലിനിക്കിൽ കാണിച്ചു. അപ്പോൾ ആ ഡോക്ടർ എനിക്കൊരു എക്സ്റേ എടുക്കാൻ പറഞ്ഞ് ആ എക്സ്റേയിലാണ് എനിക്ക് ഇതുപോലെ നെഞ്ചിലായിട്ട് ഒരു വയറിങ്ങനെ കിടക്കുന്നതായിട്ട് കണ്ടത്. ഒരു ഗൈഡ് വേറെന്നാ പറയുന്നത്. CT എടുത്തപ്പോഴത്തേക്കാണ് പറയുന്നത് ഇതെടുക്കാൻ പറ്റത്തില്ല, എൻ്റെ ഹാർട്ടുമായിട്ട് എൻ്റെ 2 വർഷമായത് എൻ്റെ ശരീരവുമായിട്ട് ഒട്ടിച്ചേർന്നു, ഒരു കോട്ടിങ് സംഭവിച്ചു, ഇത് എടുക്കാൻ പറ്റില്ല, അഥവാ റിമൂവ് ചെയ്യണമെങ്കിൽ ഹാർട്ടിന് ബ്ലീഡിംഗ് ഉണ്ടാവും. തുടർന്ന് വീണ്ടും ഡോക്ടർ രാജീവ് കുമാറിനെ സമീപിച്ചു. രാജീവ് കുമാർ മറ്റു ഡോക്ടർമാരുമായി സംസാരിച്ച് കീഹോൾ വഴി ട്യൂബ് എടുത്ത് നൽകാമെന്ന് അറിയിച്ചു. പിന്നീട് രാജീവ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം
ശ്രീചിത്ര ആശുപത്രിയിൽ ചികിത്സ തേടി. CT സ്കാനിൽ വയർ രക്തക്കുഴലുമായി ഒട്ടിച്ചേർന്നെന്നും എടുക്കാൻ കഴിയില്ലെന്നും ഡോക്ടേഴ്സ് അറിയിച്ചു. തുടർന്ന് രാജീവ് കുമാർ തന്നെ കൈയൊഴിഞ്ഞുവെന്ന് സുമയ്യ. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ മടിക്കേണ്ട, എപ്പോഴായാലും എന്നെ വിളിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഡോക്ടറിന്റെ ആ ഒരു ഭാഗത്തു നിന്നുള്ളൊരു വീഴ്ചയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പം എടുക്കാൻ പറ്റൂല എന്നായപ്പം കൈയൊഴിഞ്ഞു. ഗുരുതര ചികിത്സാ പിഴവും ആരോഗ്യാവസ്ഥയും ചൂണ്ടിക്കാട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സുമയ്യ പരാതി നൽകിയിട്ടുണ്ട്. തുടർ ചികിത്സയ്ക്ക് മാർഗമില്ലെന്നറിയിച്ച് മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകാനാണ് തീരുമാനം. 5 അടി നടന്നാൽ വേച്ചു വീഴുന്ന ആരോഗ്യാവസ്ഥയിലേക്ക് ഒരു 26-കാരിയെ എത്തിച്ച ഗുരുതര വീഴ്ചയാണ്. ആരോഗ്യവകുപ്പിലെ സിസ്റ്റം തകരാർ വീണ്ടും വീണ്ടും തുടരുന്നു. ഷഫീദ് റൌത്തർ, 24 തിരുവനന്തപുരം. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. മണ്ണിടിച്ചിലുണ്ടായ താമരശ്ശേരി ചുരത്തിൽ ഗതാഗതം പുനഃസ്ഥാപിച്ചു. റോഡിലെ പാറകൾ നീക്കം ചെയ്തു. 1 ദിവസം നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് പാറയും മണ്ണും നീക്കം ചെയ്തത്. ചുരത്തിൽ നിന്ന് സുർജിത് അയ്യപ്പ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണും. വയനാട് ചുരത്തിൽ ഏറെ നീണ്ട സമയത്തിനൊടുവിൽ ഇപ്പോൾ ഗതാഗതം പുനഃസ്ഥാപിച്ചിരിക്കുകയാണ്. വാഹനങ്ങൾ, അതായത് ഇവിടെ ഉണ്ടായിരുന്ന വാഹനങ്ങളെല്ലാം തന്നെ ഇങ്ങനെ അയക്കുന്ന ഒരു നിലയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ചരക്ക് ഗതാഗതം അടക്കം, ചരക്ക് വാഹനങ്ങളടക്കം നീക്കം ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിനുശേഷം മുകളിലേക്കുള്ള വാഹനങ്ങൾ കൂടി കടത്തി വിടും എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം. രാത്രിയിൽ മഴ കനത്ത രീതിയിൽ തുടരുകയാണെങ്കിൽ ചിലപ്പോൾ ഈ ചുരം അടക്കേണ്ടി വരും, താൽക്കാലികമായി അടക്കേണ്ടി വരും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ഒരുപക്ഷെ മഴ കനത്ത് പെയ്താൽ വീണ്ടും ഒരുപക്ഷെ മലയിടിച്ചിൽ സാധ്യത ഉൾപ്പെടെയുള്ളവ തള്ളിക്കളയാൻ കഴിയില്ല. ആ സാഹചര്യത്തിൽ സുരക്ഷ ഒരുക്കുക എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാകും രാത്രിയിൽ ചിലപ്പോൾ തടയേണ്ടി വരും എന്നുള്ള തരത്തിൽ പോലീസ് ഒരു അറിയിപ്പായി തന്നെ അത് നൽകുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നാളെ ഒരു വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷമാകും മറ്റ് നടപടിക്രമത്തിലേക്ക് കടക്കുക. അതായത് മറ്റ് വാഹനങ്ങൾ കടത്തിവിടാൻ, പൂർണ്ണതോതിലേക്ക് കടത്തിവിടാൻ വേണ്ടിയുള്ള ഒരു ദൗത്യം നടക്കുക. അതിനുശേഷമാകും എന്നുള്ളത് പോലീസ് വ്യക്തമായ രീതിയിൽ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് വലിയ രീതിയിലുള്ളൊരു ശ്രമഫലമായിരുന്നു. ഇന്ന് രാവിലെയാണ് പണികൾ പുനരാരംഭിച്ചത്. ഇന്ന് രാവിലെ 7:30 ഹിറ്റാച്ചി ഉപയോഗിച്ചുകൊണ്ടാണ് പണികൾ പുനരാരംഭിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. അതിനുശേഷം ഈ പാറ എല്ലാം തന്നെ ഉടച്ച് അതിനുശേഷം അത് മറ്റൊരു ഇടത്തേക്ക് മാറ്റി മണ്ണടക്കം ക്ലിയർ ചെയ്തുകൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് നടന്നത്. ഇതിനുശേഷം ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ ഈ അടർന്നു നിൽക്കുന്ന പാറയും മണ്ണും നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമം അത് നടന്നിരുന്നു. മുകളിൽ കയറി നിന്നുകൊണ്ട് ഇത് താഴേക്ക് ഈ പാറകളടക്കം തള്ളി വിടുന്ന ഒരു സ്ഥിതി കൂടി ഉണ്ടായിരുന്നു. ഇതിനുശേഷം വൈകിട്ടാണ് ചളി അടക്കം, റോഡിലടിഞ്ഞ ചളി അടക്കം ക്ലിയർ ചെയ്തുകൊണ്ട് റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. ഏറെ സമയമായി ആളുകൾ ഇവിടെ കാത്ത് കെട്ടിക്കിടക്കുന്നൊരവസ്ഥ, ചരക്ക് വാഹനങ്ങളടക്കം കാത്തു കെട്ടിക്കിടക്കുന്ന അവസ്ഥ, ദീർഘദൂര യാത്ര, ബാംഗ്ലൂരിൽ നിന്നും മറ്റും വന്ന യാത്രക്കാരടക്കം കുടുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടുകൂടി അതിന് ആ ഒരു പ്രശ്നത്തിന് താൽക്കാലികമായെങ്കിലും പരിഹാരം കാണാൻ സാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മനു ദാമോദരനൊപ്പം സുർജിത് അയ്യപ്പത്ത്, 24 വയനാട്. നോക്കാം കാലാവസ്ഥാ റിപ്പോർട്ട്. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ശുഭരാത്രി.